രാഹുലിന്റെ വീട്ടിൽ വന്നിട്ടുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന പറയുന്നത് അയാളെയും ഇങ്ങനെ വീട് വളഞ്ഞ് അതേതാ കേസ്? ഏതാ കേസ്? മുഹമ്മദ് റിയാസിന്റെ വീട് വളഞ്ഞിട്ടുള്ളതിന്റെ കേസ് ഏതാ? അല്ല, കേസ് ഏതാന്ന് പറ. എന്റെ പ്രതിശ്രുത ഭാര്യ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തല്ലിത്തകർത്തു എന്ന കേസിലാണോ എന്റെ വീട് വളഞ്ഞത്? ആണോ? എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളഞ്ഞത്? എന്റെ വീട് വളഞ്ഞത് സമരം ചെയ്തതിന്റെ പേരിൽ അല്ലേ? ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് വളഞ്ഞത്. രണ്ട് കേസാണ്. അപ്പൊ നാളെ വണ്ടിപ്പെരിയാറിൽ അർജുൻ പറയുകയാണ്, എന്റെ കയ്യിൽ പണ്ട് കയ്യാമം വെച്ചുകൊണ്ട് പോയില്ല, ഞാനൊരു രാഷ്ട്രീയ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണല്ലോ അർജുൻ. വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, നേതാവ്. അവൻ പറയുകയാണ് അന്ന് തന്നെ വിലങ്ങ് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളുകൾ രാഷ്ട്രീയ സമരം ചെയ്ത് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ കേസ് കൂടി പറയണം. ഏത് കേസ്? മുഹമ്മദ് റിയാസിന്റെ കേസ് ഏതാ പറ? ഏത് സമരത്തിന്റെ പേരില്ല മുഹമ്മദ് റിയാസിന്റെ വീട് വളഞ്ഞത്? പറയട്ടെ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അങ്ങ് പറ. അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?